ദൈവനാമത്തിന് മഹത്വം. കർത്താവിൻ്റെ ദാസൻ കെന്നത്ത് ഇ ഹേഗിൻ വർഷങ്ങൾക്ക് മുൻപ് ഫെയ്ത്ത് ദാറ്റ് ഹീൽസ്, സൗഖ്യമാക്കുന്ന വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് നൽകിയ ഇംഗ്ലീഷ് മെസ്സേജിൻ്റെ മലയാളം തർജിമയാണിത്. ദയവായി പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രദ്ധിച്ചാലും ദൈവം നമ്മെ സൗഖ്യമാക്കട്ടെ. നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ ഈ നിമിഷത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആരംഭിക്കാം. നമ്മെ പഠിപ്പിക്കാനും നയിക്കാനും ദൈവത്തിൻ്റെ രോഗസൗഖ്യമാക്കുന്ന ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു തരുവാനും പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. നിങ്ങൾ ഇപ്പോൾ എവിടെയായിരുന്നാലും എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ശക്തമായ എന്തോ ഒന്ന് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ, യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനും സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു എന്ന അങ്ങയുടെ വചനത്തിൻ്റെ വാഗ്ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ രോഗങ്ങളും വ്യാധികളും വേദനകളും ബലഹീനതകളും ചുമന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, രോഗസൗഖ്യത്തിനായി ഞങ്ങൾ യാചിക്കേണ്ടതില്ലെന്നും ക്രിസ്തു യേശുവിലുള്ള ഞങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമായി അത് സ്വീകരിക്കുന്നുവെന്നും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ഉപദേശകനും ആശ്വാസകനും സൗഖ്യം നൽകുന്നവനുമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനത്തിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, ദൈവവചനത്തിൻ്റെ സത്യം സ്വീകരിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. മലകളെ മാറ്റുന്നതും ഞങ്ങളുടെ ശരീരങ്ങൾക്ക് സൗഖ്യം നൽകുന്നതുമായ വിശ്വാസത്തിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവേ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലൂടെയും അങ്ങയുടെ രോഗസൗഖ്യമാക്കുന്ന ശക്തി ഒഴുകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓരോരുത്തരുടെയും ശരീരത്തോട് ഞാൻ സൗഖ്യം കൽപ്പിക്കുന്നു. എല്ലാ രോഗങ്ങളോടും വേദനകളോടും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങയുടെ വചനം സത്യമാണെന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ ആമേൻ. ഇനി നിങ്ങൾ ശാന്തമായിരുന്ന് നിങ്ങളുടെ ബൈബിൾ തുറക്കൂ. രോഗസൗഖ്യം നൽകുന്ന വിശ്വാസത്തെക്കുറിച്ചുള്ള ഈ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവത്തിൻ്റെ രോഗസൗഖ്യമാക്കുന്ന ശക്തി ഇന്ന് എങ്ങനെ നിങ്ങളുടേതാക്കാം എന്ന്, അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ സജീവമാക്കാം എന്നുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. രോഗസൗഖ്യം എന്നത് വെറുതെ സംസാരിക്കാനുള്ള ഒന്നല്ല, അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. അത് ദൈവം ഓരോ വിശ്വാസിക്കും ലഭ്യമാക്കിയിട്ടുള്ള യാഥാർത്ഥ്യമായ ഒരു ശക്തിയാണ്. ദൈവവചനത്തിലുള്ള അടിത്തറയോടെ നമുക്കിത് ആരംഭിക്കാം. മർക്കോസ് 11:24 നമ്മൾ ഈ ശക്തമായ തിരുവചനം വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കുവിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നന്നായി വരും എന്ന് പ്രത്യാശിക്കുകയോ ഭാവിയിൽ എപ്പോഴെങ്കിലും സൗഖ്യം വരുമെന്ന് കാത്തിരിക്കുകയോ ചെയ്യണമെന്നല്ല യേശു പറഞ്ഞത്. പകരം നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം എന്നാണ് അവിടുന്ന് പറഞ്ഞത്. സ്വീകരിക്കുന്നതിനുള്ള താക്കോൽ എന്നത് വിശ്വസിക്കുക എന്നതാണ്. വിശ്വാസവും രോഗസൗഖ്യവും വേർപെടുത്താനാവാത്തതാണ്. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തിയെ ഉണർത്തുന്നത് വിശ്വാസമാണ്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവിടുത്തെ വചനത്തിന് നിങ്ങളുടെ ശരീരത്തിൽ ആ സൗഖ്യം പ്രകടിപ്പിക്കാൻ ശക്തിയുണ്ടെന്നും ആദ്യം വിശ്വസിക്കാതെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് രോഗസൗഖ്യം സ്വീകരിക്കാൻ കഴിയുകയില്ല. വിശ്വാസത്തെക്കുറിച്ചുള്ള ഈ അടിസ്ഥാന സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസം എന്നത് ഒരു വികാരമല്ല, അത് അനുഭവപ്പെടാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട ഒന്നല്ല. വിശ്വാസം എന്നത് ഒരു തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ എങ്ങനെയുള്ളതാണെങ്കിലും ദൈവവചനം വിശ്വസിക്കാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണത്. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങൾ പറയുമ്പോഴും ദൈവവചനം സത്യമാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. യേശു പറഞ്ഞതുകൊണ്ട് രോഗസൗഖ്യം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തിരഞ്ഞെടുക്കുന്നു.
മത്തായി 21:22 യേശു പറഞ്ഞു, പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വാസത്തോടെ യാചിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മലകളെ മാറ്റുന്ന വിശ്വാസത്തിന്റെ അടിത്തറ ഇതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിച്ചു എന്ന് വിശ്വസിക്കണം. അതിനർത്ഥം വിശ്വസിക്കുന്നതിന് മുൻപ് രോഗലക്ഷണങ്ങൾ അപ്രത്യക്ഷമാകാൻ നിങ്ങൾ കാത്തിരിക്കണമെന്നല്ല. വിശ്വാസം കാണുന്നതിന് മുൻപേ വിശ്വസിക്കുന്നു. കെന്നത്ത് ഹേഗിൻ പറയാറുള്ളത് പോലെ, ഫലം കാണുന്നതിന് മുൻപ് നിങ്ങൾക്കത് ലഭിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അത് കണ്ടിട്ട് വിശ്വസിക്കാൻ കാത്തിരിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുക, അപ്പോൾ അത് പ്രകടമാകുന്നത് നിങ്ങൾ കാണും. എൻ്റെ സ്വന്തം ജീവിതത്തിലും നിരവധി വിശ്വാസികളുടെ ജീവിതത്തിൽ ഞാനത് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും സംസാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസം ഫലം തരും. രോഗസൗഖ്യം ക്രിസ്തുവിലുള്ള നിങ്ങളുടെ അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങൾ ദൈവത്തോട് യാചിക്കേണ്ടതില്ല. നിങ്ങളെ സൗഖ്യമാക്കാൻ ദൈവത്തോട് കെഞ്ചേണ്ടതില്ല. അവിടുന്ന് അത് ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞു. യേശു നിങ്ങളുടെ രോഗസൗഖ്യത്തിനുള്ള വില പണ്ടേ നൽകിക്കഴിഞ്ഞു. യെശയ്യാവ് 53:5 പറയുന്നു, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമാണിരിക്കുന്നത്. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. രോഗസൗഖ്യം പാപപരിഹാരത്തിൻ്റെ ഭാഗമാണ്. ക്രൂശിൽ യേശു മരിച്ചപ്പോൾ അത് നിങ്ങൾക്കായി ഉറപ്പാക്കപ്പെട്ടതാണ്. അവിടുന്ന് നിങ്ങളുടെ പാപങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ രോഗങ്ങളും വ്യാധികളും ചുമന്നു. അവിടുന്ന് നിങ്ങളുടെ വേദനകൾ തൻ്റെ മേലെടുത്തു. ഇനി നിങ്ങൾക്ക് അത് ചുമക്കേണ്ടതില്ല. പത്രോസ് 2:24 ബൈബിൾ പറയുന്നു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? സൗഖ്യം വരും എന്നല്ല, സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. രോഗസൗഖ്യം എന്നത് പൂർത്തിയായ ഒരു പ്രവൃത്തിയാണ്. അത് ഇതിനകം കഴിഞ്ഞു. ഇനി അത് വിശ്വാസത്താൽ സ്വീകരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് രോഗത്തോട് പോരാടേണ്ടതില്ല, വേദനയിൽ ജീവിക്കേണ്ടതില്ല, രോഗത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധിയായി അംഗീകരിക്കേണ്ടതില്ല. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ രോഗസൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. ദൈവവചനത്തിലുള്ള വിശ്വാസമാണ് ആ രോഗസൗഖ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. വിശ്വാസം എന്നത് ദൈവരാജ്യത്തിലെ കറൻസിയാണ്. ഒരു സാധനം വാങ്ങാൻ പണം ആവശ്യമുള്ളതുപോലെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾക്ക് വിശ്വാസം ആവശ്യമാണ്. മർക്കോസ് 9:23 പറയുന്നു, വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാകും. വിശ്വാസം എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുന്നു. രോഗസൗഖ്യത്തിൻ്റെ കാര്യത്തിൽ അതിനർത്ഥം എന്തും സാധ്യമാണ് എന്നാണ്. ക്യാൻസർ, ആർത്രൈറ്റിസ്, വിട്ടുമാറാത്ത നടുവേദന, വിഷാദം എന്നിവയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. പക്ഷേ അത് സാധ്യമാണെന്ന് നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രോഗസൗഖ്യം നിങ്ങൾക്ക് സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തി നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത ഭാഗത്തിൽ രോഗസൗഖ്യത്തിനായി നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെ സജീവമാക്കാമെന്നും ദൈവവചനത്തിൻ്റെ അധികാരത്തിൽ നിങ്ങളുടെ ശരീരത്തിന്മേൽ സൗഖ്യം പ്രാപിക്കാൻ എങ്ങനെ തുടങ്ങണമെന്നും നമ്മൾ സംസാരിക്കും. ഭാഗം 2: ഏറ്റുപറച്ചിലിൻ്റെയും പ്രഖ്യാപനത്തിൻ്റെയും ശക്തി. ഇനി രോഗസൗഖ്യം സ്വീകരിക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വശത്തിലേക്ക് കടക്കാം. ഏറ്റുപറച്ചിലിൻ്റെയും വിശ്വാസത്തിൻ്റെയും ശക്തി. ഏറ്റുപറച്ചിൽ എന്നത് വെറുതെ സമയം കളയാനോ ആത്മീയമായി അഭിനയിക്കാനോ ചെയ്യുന്ന ഒന്നല്ല. വിശ്വാസികൾക്കുള്ള ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണത്. നിങ്ങളുടെ വാക്കുകൾ ഒന്നുകിൽ വിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ഭയത്തിൻ്റെയോ പത്രങ്ങളാണ്. നമ്മുടെ വാക്കുകളാണ് നമ്മുടെ
ലോകത്തെ രൂപപ്പെടുത്തുന്നത് എന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. കെന്നത്ത് ഹേഗൻ പലപ്പോഴും പറയാറുള്ളത് പോലെ വിശ്വാസം ശബ്ദത്താൽ സജീവമാകുന്നു എന്നാണ്. ഹൃദയത്തിൽ എന്തെങ്കിലും ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്താൽ മാത്രം പോരാ, അത് വിശ്വാസത്തോടെ നിങ്ങളുടെ നാക്ക് കൊണ്ട് ഉച്ചരിക്കണം. നമുക്ക് മർക്കോസ് 1:23 വീണ്ടും ധ്യാനിക്കാം. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ വീണു പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് അവന് സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാന സത്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്നതൊക്കെയും നമുക്ക് ലഭിക്കുമെന്നല്ല യേശു പറഞ്ഞത്. നമുക്ക് തോന്നുന്നതൊക്കെ ലഭിക്കുമെന്നും അവിടുന്ന് പറഞ്ഞില്ല. പകരം നാം പറയുന്നതൊക്കെയും നമുക്ക് ലഭിക്കുമെന്നാണ് അവിടുന്ന് പറഞ്ഞത്. വെറുതെ വായുവിൽ വാക്കുകൾ പറയുന്നതിനെക്കുറിച്ചല്ല ഇത്, മറിച്ച് വിശ്വാസത്തോടെ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്നത് സംസാരിക്കുക. വിശ്വാസത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന വാഹനമാണ് ഏറ്റുപറച്ചിൽ. ശരീരത്തിൽ സൗഖ്യം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കുമേൽ സൗഖ്യം പ്രഖ്യാപിക്കണം. ഒരു റോബോട്ടിനെ പോലെ ബൈബിൾ വാക്യങ്ങൾ ഉരുവിടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവവചനമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അന്തിമ അധികാരം എന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അത് പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ചാണ്. കെന്നത്ത് ഹേഗൻ പറയാറുണ്ടായിരുന്നു, ദൈവം പറയുന്നത് നിങ്ങൾ പറയുക, അപ്പോൾ ദൈവം പറഞ്ഞത് നിങ്ങൾക്ക് ലഭിക്കും. പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മൾ ദൈവവചനം പറയുന്നതിന് പകരം നമ്മൾ വികാരങ്ങളോ നമ്മൾ കാണുന്ന സാഹചര്യങ്ങളോ സംസാരിക്കുമ്പോഴാണ്. നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ എനിക്ക് സുഖമില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് പറയരുത്. അതിനു പകരം നിങ്ങൾ പറയേണ്ടുന്നത് യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമുള്ളവനാണ്, എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്, അവിടുത്തെ അടികളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്നാണ്. റോമർ 10:9 നമ്മളോട് പറയുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും യേശു തന്നെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ നൽകുന്നത് ഏറ്റുപറച്ചിലും വിശ്വാസവുമാണെന്ന് ഇവിടെ കാണാം. രോഗസൗഖ്യവും അതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഏറ്റുപറയണം. രോഗത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുകയില്ല. പരാജയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. സദൃശവാക്യങ്ങൾ 18:21 ഇങ്ങനെ പറയുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിനെ സ്നേഹിക്കുന്നവർ അതിൻ്റെ ഫലം തിന്നും. നിങ്ങളുടെ സാഹചര്യത്തിന്മേൽ നിങ്ങൾക്ക് ജീവൻ സംസാരിക്കാം, അല്ലെങ്കിൽ മരണം സംസാരിക്കാം. നിങ്ങളുടെ ശരീരത്തിന്മേൽ രോഗസൗഖ്യം സംസാരിക്കാം, അല്ലെങ്കിൽ രോഗത്തെ സംസാരിക്കാം. നിങ്ങൾ എന്തു പറയുന്നു എന്നത് വലിയ മാറ്റമുണ്ടാക്കും. നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ രോഗസൗഖ്യം ഏറ്റുപറയാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഫലിക്കുന്നതായി തോന്നിയില്ല. എനിക്ക് മനസ്സിലാകും. പക്ഷേ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ എന്നത് ഒരു ഒറ്റത്തവണ പ്രവൃത്തിയല്ല, അത് നിരന്തരമായ ഒരു ശീലമാണ്. നമ്മൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. വിശ്വാസം വരുന്നത് ഒരു ഒറ്റ ഏറ്റുപറച്ചിൽ കൊണ്ടല്ല, നിരന്തരമായ പ്രഖ്യാപനങ്ങൾ കൊണ്ടാണ്. റോമർ 10:17 പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നിങ്ങളുടെ ജീവിതത്തിന്മേൽ ദൈവവചനം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം വളരും. നിങ്ങൾ വചനം ഉറക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അത് കേൾക്കുന്നു. ദൈവവചനം എത്രയധികം കേൾക്കുന്നുവോ അത്രയധികം നിങ്ങളുടെ വിശ്വാസം വളരുകയും നിങ്ങൾ ഏറ്റുപറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ടാകുകയും ചെയ്യും. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ്. നിങ്ങൾ എപ്പോഴും രോഗത്തെക്കുറിച്ചും സംശയത്തെക്കുറിച്ചും സംസാരിക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ള യഥാർത്ഥ വിശ്വാസം. എന്നാൽ നിങ്ങൾ വിശ്വാസത്തോടെ ദൈവവചനം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ രോഗസൗഖ്യത്തിൻ്റെയും ജീവന്റെയും വിത്തുകൾ നിങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണ്. തക്ക സമയത്ത് നിങ്ങൾ രോഗസൗഖ്യത്തിന്റെ വിളവെടുപ്പ് നടത്തും. ഗലാത്യർ 6:9 പറയുന്നു, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഫലങ്ങൾ ഉടൻ കാണാത്തപ്പോഴും മടുത്തു പോകരുത്. വിശ്വാസത്തോടെ സംസാരിക്കുക, വചനം ഏറ്റുപറയുക, ഉറച്ചു നിൽക്കുക. രോഗസൗഖ്യം നിങ്ങളുടേതാണ്.
യഥാർത്ഥ ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ടെക്സാസിലെ ഒരു സഭയിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്ന സമയം ആരാധനയ്ക്ക് ശേഷം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. വർഷങ്ങളായി കഠിനമായ നടുവേദനയാൽ അവർ ബുദ്ധിമുട്ടുകയായിരുന്നു. ഡോക്ടർമാർ, ചികിത്സകൾ, പ്രാർത്ഥനകൾ അങ്ങനെ എല്ലാം നോക്കിയിട്ടും ഒന്നും ഫലിച്ചില്ല. അവരുടെ കണ്ണുകളിൽ ആ നിരാശ എനിക്ക് കാണാമായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരത്തിന്മേൽ എന്താണ് പ്രഖ്യാപിക്കുന്നത്? അവർ പറഞ്ഞു, എന്താണ് പറയേണ്ടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ കർത്താവെ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല അത് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ നടുവിന്മേൽ പ്രഖ്യാപിക്കണം. ഞാൻ അവരോട് ബൈബിൾ എടുത്ത് 1 പത്രോസ് 2:24 തുറക്കാൻ പറഞ്ഞു. അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന വചനം. ഞാൻ പറഞ്ഞു, ഇനി വരുന്ന ഒരാഴ്ചത്തേക്ക് എല്ലാ ദിവസവും നിങ്ങളിത് ഉറക്കെ പറയണം. യേശുവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചു കഴിഞ്ഞു. എൻ്റെ നടുവ് ശക്തവും വേദന ഇല്ലാത്തതുമാണ്. ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ സൗഖ്യമുള്ളവനാണ്. വേറെ ഒന്നും പറയരുത്. ഇത് മാത്രം പറയുക. ഹൃദയത്തിൽ വിശ്വസിക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം അവർ എൻ്റെ അടുത്ത് തിരിച്ചു വന്നു. അവർ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, ബ്രദർ ഹേഗിൻ, എനിക്ക് ഇപ്പോൾ യാതൊരു വേദനയുമില്ല. രോഗസൗഖ്യം എൻ്റെ ശരീരത്തിൽ പ്രകടമായിരിക്കുന്നു. അവർ ദൈവവചനം എടുത്ത് വിശ്വാസത്തോടെ സംസാരിച്ചു. അതിനനുസരിച്ച് പ്രവർത്തിച്ചു. അവരുടെ വിശ്വാസ പ്രഖ്യാപനം അവരുടെ ശരീരത്തിലേക്ക് രോഗസൗഖ്യം കൊണ്ടുവന്നു. നിങ്ങൾക്കായി രോഗസൗഖ്യം ഏറ്റുപറയാൻ തുടങ്ങുന്നതിനുള്ള ചില പ്രായോഗിക ഘട്ടങ്ങൾ ഞാൻ നൽകാം. 1. രോഗസൗഖ്യ വചനങ്ങൾ കണ്ടെത്തുക. യെശയ്യാവ് 53:5, 1 പത്രോസ് 2:24, സങ്കീർത്തനങ്ങൾ 103:3 പോലുള്ള രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള 5 മുതൽ 10 വരെയെങ്കിലും ബൈബിൾ വാക്യങ്ങൾ കണ്ടെത്തുക. 2. അവ എല്ലാ ദിവസവും ഉറക്കെ സംസാരിക്കുക. മനസ്സിൽ മാത്രം വായിക്കരുത്, ഉറക്കെ ഉച്ചരിക്കുക. വിശ്വാസം കേൾവിയിലൂടെയാണ് വരുന്നത്. നിങ്ങൾ ഉറക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അത് കേൾക്കുകയും വിശ്വാസം വളരാൻ തുടങ്ങുകയും ചെയ്യും. 3. ഉറപ്പോടെ സംസാരിക്കുക. നിങ്ങൾ അത് വിശ്വസിക്കുന്നത് പോലെ സംസാരിക്കുക. ദൈവവചനമാണ് അന്തിമ അധികാരം എന്നറിഞ്ഞ് അധികാരത്തോടെ സംസാരിക്കുക. 4. ഏറ്റുപറച്ചിൽ നിർത്തരുത്. രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് മാറിയില്ലെങ്കിലും ദൈവവചനം ഏറ്റുപറയുന്നത് നിർത്തരുത്. 5. മുൻകൂറായി നന്ദി പറയുക. നിങ്ങളുടെ രോഗസൗഖ്യം ഏറ്റുപറയുമ്പോൾ ഇപ്പോൾ തന്നെ നടക്കുന്ന രോഗസൗഖ്യത്തിനായി ദൈവത്തിന് മുൻകൂറായി നന്ദി പറയുക, സ്തുതിക്കുക. വെളിപ്പാട് 12:11 ബൈബിൾ പറയുന്നു, അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും തങ്ങളുടെ സാക്ഷ്യവചനം കൊണ്ടും ജയിച്ചു. സാക്ഷ്യങ്ങൾ ഒരു ആയുധമാണ്. ദൈവം നമുക്കായി ചെയ്തത് നമ്മൾ പങ്കുവെക്കുമ്പോൾ അത് അവിടത്തേക്ക് മഹത്വം നൽകുകയും മറ്റുള്ളവരുടെ വിശ്വാസത്തെ വളർത്തുകയും ചെയ്യും. ദൈവം പക്ഷപാതമുള്ളവനല്ല. അവിടുന്ന് ഒരാൾക്ക് ചെയ്തത് നിങ്ങൾക്കും ചെയ്യും. രോഗസൗഖ്യം എന്നത് പ്രസംഗകനും സുവിശേഷകനും മാത്രമുള്ളതല്ല. അത് ഓരോ വിശ്വാസിക്കുമുള്ളതാണ്. അത് നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ സ്വന്തം സാക്ഷ്യം പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കാം. ജന്മന ഗുരുതരമായ ഹൃദയരോഗത്തോടെയാണ് ഞാൻ ജനിച്ചത്. 16-ാം വയസ്സിൽ ഞാൻ പൂർണ്ണമായും കിടപ്പിലായി. ഡോക്ടർമാർ എനിക്ക് യാതൊരു പ്രതീക്ഷയും നൽകിയില്ല. 17 വയസ്സിനപ്പുറം ഞാൻ ജീവിക്കില്ലെന്ന് അവർ പറഞ്ഞു. പക്ഷെ ഞാൻ ആ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. ലോകം പറഞ്ഞത് ഞാൻ സ്വീകരിച്ചില്ല. ഞാൻ ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു. ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ഏറ്റുപറയാൻ തുടങ്ങി. യെശയ്യാവ് 53:5 അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നത് എൻ്റെ പ്രഖ്യാപനമായി മാറി. ഞാൻ എല്ലാ ദിവസവും പറയാൻ തുടങ്ങി, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമുള്ളവനാണ്. എൻ്റെ ശരീരത്തിൽ രോഗത്തിന് യാതൊരു അവകാശവുമില്ല. കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിന് ഞാൻ മരിക്കാതെ ജീവനോടെ ഇരിക്കും. ഏതാനും മാസങ്ങൾക്കുള്ളിൽ എൻ്റെ ശരീരം മാറാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശക്തി എൻ്റെ ശരീരത്തിലൂടെ ഒഴുകാൻ തുടങ്ങി. എനിക്ക് 17 വയസ്സായപ്പോഴേക്കും ഞാൻ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. ആ ഹൃദയരോഗം പൂർണ്ണമായി മാറി. പല വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടുമുട്ടിയ മാരകമായ ഒരു ക്യാൻസർ ബാധിച്ച ഒരു സ്ത്രീയുടെ സാക്ഷ്യം കൂടി പറയാം. ഡോക്ടർമാർ അവർക്ക് ഏതാനും മാസം മാത്രമേ ആയുസ്സ് പ്രവചിച്ചിരുന്നുള്ളൂ. നടക്കാൻ പോലും കഴിയാതെ
കിടപ്പിലായ അവരെ കുടുംബാംഗങ്ങൾ പ്രത്യാശ കൈവിട്ട് മരണത്തിനായി ഒരുക്കുകയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ രോഗസൗഖ്യ ശക്തിയെക്കുറിച്ച് കേട്ടപ്പോൾ അവർ വിശ്വാസത്തിന്റെ ഒരു ചുവടുവെപ്പ് നടത്താൻ തീരുമാനിച്ചു. ഞങ്ങളുടെ ഒരു യോഗത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ അവർ ആവശ്യപ്പെട്ടു. വചനം പ്രസംഗിക്കപ്പെട്ടപ്പോൾ അവരുടെ ഉള്ളിൽ എന്തോ ഒന്ന് ഉണർന്നു. അവർ ദൈവവചനം വിശ്വസിക്കാൻ തീരുമാനിച്ചു. യോഗത്തിന് ശേഷം ഞാൻ അവരുടെ അടുത്ത് ചെന്ന് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ ഈ ശരീരത്തിലെ എല്ലാ ക്യാൻസർ കോശങ്ങളും നശിച്ചു പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കുക. അവർ അത് വിശ്വാസത്തോടെ സ്വീകരിച്ചു. വീട്ടിൽ പോയ അവർ രോഗസൗഖ്യ വചനങ്ങൾ പ്രഖ്യാപിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ മാസങ്ങളായി ഇല്ലാതിരുന്ന ഒരു അമാനുഷിക ശക്തിയോടെയാണ് അവർ ഉണർന്നത്. ശരീരത്തിലെ വേദന പൂർണ്ണമായി മാറിയിരുന്നു. ഡോക്ടറുടെ അടുത്ത് പരിശോധനയ്ക്ക് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല, പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ ഇപ്പോൾ ക്യാൻസറിന്റെ യാതൊരു ലക്ഷണവുമില്ല. ഇത് യാദർച്ഛികതയല്ല, മലകളെ മാറ്റുന്ന വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ്. വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്. നിങ്ങൾ ദൈവവചനം വിശ്വസിച്ച് നിങ്ങളുടെ ശരീരത്തിന്മേൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തെ സജീവമാക്കുകയാണ് ചെയ്യുന്നത്. രോഗസൗഖ്യം സ്വീകരിക്കുന്നതിൽ പരിശുദ്ധാത്മാവിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസകനും ഉപദേശകനും മാത്രമല്ല, നമ്മുടെ ഉള്ളിലും നമ്മളിലൂടെയും പ്രവർത്തിക്കുന്ന ദൈവിക സൗഖ്യദായകൻ കൂടിയാണ്. പരിശുദ്ധാത്മാവില്ലാതെ നമ്മളുടെ ശരീരത്തിൽ രോഗസൗഖ്യം പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല. കാരണം ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. യോഹന്നാൻ 14:16-17 എന്ന വാക്യങ്ങളിൽ യേശു വ്യക്തമാക്കുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കും, അവൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് മറ്റൊരു ആശ്വാസകനെ നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായ്കയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ മാത്രമല്ല, നമ്മളിൽ വസിക്കും എന്നാണ് യേശു വാഗ്ദാനം ചെയ്തത്. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബലഹീനരല്ല. പുനരുദ്ധാനത്തിന്റെ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. റോമർ 8:11 പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തെ ജീവിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യും. അപ്പോസ്തല പ്രവർത്തികൾ 10:38 പറയുന്നു, ദൈവം നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതും കൊണ്ട് അവൻ നന്മ ചെയ്തും കൊണ്ട് പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുവിനെ രോഗസൗഖ്യം നൽകാൻ അഭിഷേകം ചെയ്ത അതേ ആത്മാവ് ഇന്ന് നമുക്കും ലഭ്യമാണ്. രോഗസൗഖ്യം സ്വീകരിക്കുന്നതിനായി പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് പ്രധാനമായും ആത്മാവിന്റെ വഴി നടത്തലിനോട് സൂക്ഷ്മതയുള്ളവരായിരിക്കണം. റോമർ 8:14 പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പരിശുദ്ധാത്മാവ് എപ്പോഴും സംസാരിക്കുന്നുണ്ട്. നമ്മൾ അത് ശ്രദ്ധിക്കണം. രോഗസൗഖ്യ വചനങ്ങൾ സംസാരിക്കാനോ നിങ്ങളുടെ മേൽ തന്നെ കൈകൾ വയ്ക്കാനോ അല്ലെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാനോ അവിടുന്ന് നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. യൂദ 1:20 നമ്മോട് പറയുന്നു, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിന്മേൽ നിങ്ങളെ തന്നെ പണിതുയർത്തുകയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവഹിതത്തോട് പൂർണ്ണമായും പൊരുത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് രോഗസൗഖ്യം നൽകുവാൻ സാധിക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നാൽ ഒരു ദിവസം വിശ്വസിക്കുകയും അടുത്ത ദിവസം അത് മറന്നു പോവുകയും ചെയ്യുക എന്നല്ല. നിങ്ങൾ കാണുന്നതോ കേൾക്കുന്നതോ അനുഭവിക്കുന്നതോ ആയ കാര്യങ്ങൾ എന്തു തന്നെ ആയാലും
ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ മുറുകെ പിടിക്കുക എന്നതാണ് ഇതിനർത്ഥം. ശരീരത്തിൽ രോഗസൗഖ്യം കാണുന്നത് വരെ ദൈവവചനത്തിലുള്ള നിങ്ങളുടെ നിലപാട് മാറ്റരുത്. പല വിശ്വാസികളും ഇവിടെയാണ് പരാജയപ്പെടുന്നത്. അവർ ശക്തമായി ആരംഭിക്കുന്നു, രോഗസൗഖ്യം ഏറ്റുപറയുന്നു, വിശ്വസിക്കുന്നു. എന്നാൽ രോഗലക്ഷണങ്ങളോ വേദനയോ തിരിച്ചു വരുമ്പോൾ അവർ പെട്ടെന്ന് നിരാശരാകുകയും വിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ രോഗസൗഖ്യം എന്നത് വിശ്വാസത്തിന്റെ ഒരു പോരാട്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ നിലം കാത്തു സൂക്ഷിക്കണം. യാക്കോബ് 5:7-8 ഇങ്ങനെ പറയുന്നു: ആകയാൽ സഹോദരന്മാരെ, കർത്താവിന്റെ വരവോളം ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുനിന്ന് മുൻമഴയും പിന്മഴയും ലഭിക്കുവോളം അതിനായി ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുവിൻ. ഇവിടെ ക്ഷമയുടെ ആത്മീയ നിയമം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കർഷകൻ വിത്ത് പാകിയതിന്റെ തൊട്ടടുത്ത ദിവസം ഫലം കാണുന്നില്ല. അതുപോലെ നിങ്ങളുടെ രോഗസൗഖ്യം ഉടനടി പുറമേ ദൃശ്യമായില്ലെങ്കിലും ദൈവവചനം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട്. റോമർ 4:20-21 അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു: അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തെക്കുറിച്ച് അവിശ്വാസത്തിൽ സംശയിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുത്ത് വിശ്വാസത്തിൽ ശക്തനായിത്തീർന്നു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ബോധിച്ചു. അബ്രഹാമിന്റെ ശരീരം ജീവനറ്റതുപോലെ ആയിരുന്നിട്ടും അവൻ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു നിന്നു. നിങ്ങൾ കാണുന്നതിനാലോ അനുഭവിക്കുന്നതിനാലോ ചലിപ്പിക്കപ്പെടരുത്. 2 കൊരിന്ത്യർ 5:7 പറയുന്നു: കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ രോഗസൗഖ്യം നിർണയിക്കുന്നത് നിങ്ങളുടെ രോഗലക്ഷണങ്ങളല്ല, ദൈവവചനമാണ്. കെന്നത്ത് ഹേഗിൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നു: നിങ്ങൾക്ക് തോന്നുന്നതിനാലോ കാണുന്നതിനാലോ ചലിക്കപ്പെടരുത്, ദൈവവചനത്താൽ മാത്രം ചലിപ്പിക്കപ്പെടുക. ഈ പോരാട്ടത്തിൽ സ്ഥിരത വളരെ പ്രധാനമാണ്. ലൂക്കോസ് 18:1-8 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഒരു അനീതിയുള്ള ന്യായാധിപന്റെയും വിധവയുടെയും ഉപമ പറയുന്നുണ്ട്. ആ വിധവയുടെ നിരന്തരമായ അഭ്യർത്ഥന കാരണമാണ് ന്യായാധിപൻ അവൾക്ക് നീതി നടപ്പാക്കി കൊടുത്തത്. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും സ്ഥിരതയുള്ളവരായിരിക്കാൻ പഠിപ്പിക്കാനാണ് യേശു ഈ ഉപമ ഉപയോഗിച്ചത്. ലൂക്കോസ് 18:1 പറയുന്നു: അവർ മടുത്തുപോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മറ്റൊരു പ്രധാന താക്കോൽ സ്തുതിയുടെ ശക്തിയാണ്. നിങ്ങൾ രോഗസൗഖ്യത്തിനായി കാത്തിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുക. സ്തുതി എന്നത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. സങ്കീർത്തനം 34:1 പറയുന്നു: ഞാൻ കർത്താവിനെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ മാത്രം സ്തുതിക്കുക എന്നല്ല, കൊടുങ്കാറ്റിന്റെ നടുവിലും വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്കായി വ്യാപരിക്കും. എഫേസ്യർ 6:13 പറയുന്നത് പോലെ എല്ലാം തികച്ചിട്ട് ഉറച്ചു നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. രോഗലക്ഷണങ്ങൾ വീണ്ടും തലപൊക്കുമ്പോൾ, പിശാച് നിങ്ങളുടെ ചെവിയിൽ സംശയങ്ങൾ മന്ത്രിക്കുമ്പോൾ ഓർക്കുക, ദൈവവചനം സത്യമാണ്. യേശുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാണ്. നിങ്ങളുടെ ഏറ്റുപറച്ചിലിലും വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുക. നിങ്ങൾ ദൈവത്തിന്റെ രോഗസൗഖ്യത്തിന്റെ പൂർണ്ണത കാണും. നിശ്ചയം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.